2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വൈശ്യ സമാജ് കൊച്ചി ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. വൈശ്യ സമാജ് കൊച്ചി ശാഖയുടെ ആഭിമുഖ്യത്തിൽ സമുദായത്തിലെ 2023-24 അധ്യയന വർഷത്തിൽ SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള കുട്ടികൾക്ക് അവാർഡ് ദാനവും സ്കോളർഷിപ്പ് വിതരണവും അമരാവതി ജനാർദ്ദന കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. കുമാരി അപർണ KS, കുമാരി പൂജ രാജേഷ്, കുമാരി ഗായത്രി സായി റാം എന്നിവരുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. കൊച്ചി ശാഖ വൈസ് പ്രസിഡന്റ് PS പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഒരു രാഷ്ട്രീയമായ വീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ, എന്റെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ, സമൂഹത്തോടുള്ള അല്ലെങ്കിൽ മറ്റാളുകളോടുള്ള സമീപനങ്ങളൊക്കെ വാർത്തെടുക്കുന്നതിൽ എൻ്റെ അച്ഛൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയായിരിക്കും നമ്മുടെ മാതാപിതാക്കളാണല്ലോ നമ്മുടെ കുറെ പങ്ക് വഹിക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്ന എല്ലാ സംശയങ്ങളും അച്ഛനോടെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പുതുക്കലോട്ടം ശിവക്ഷേത്രം, പിന്നെ പുന്നക്കലമ്പലം ഭഗവതി ക്ഷേത്രം, പേരണ്ടൂർ 108 ദുർഗാലയങ്ങളും, അപ്പോൾ പാവക്കുളം ക്ഷേത്രം, അപ്പൊ ഇങ്ങനെ എല്ലാം നോക്കുമ്പോ ഇതിനിടയിൽ ബസ്സിൽ സാധാരണ ഗതിയിൽ കാണാത്ത ഒരു ക്ഷേത്രം, ദത്താത്രേയ ക്ഷേത്രം. അപ്പൊ ഞാൻ അച്ഛനോട് അച്ഛൻ ദത്താത്രേയനാണ് കുറെ അച്ഛനെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ സംശയം നിൽക്കില്ല, പിന്നെ അതാരാ ദത്താത്രേയ അത് എന്ന്. അപ്പൊ അച്ഛനും വലിയ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ്റെ ഒരു സാമാന്യമായ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, കുറെ ക്ഷേത്രങ്ങളില്ല. കുറച്ച് കഴിഞ്ഞാൽ അച്ഛനോട് പറഞ്ഞാൽ അത് വൈശ്യ സമാജിന്റെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു, വൈശ്യ സമാജം എന്താണ്? അദ്ദേഹത്തോട് നീ സ്ഥിതി പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ബ്രാഹ്മൺ, ശൂദ്ര, ക്ഷത്രിയ, പിന്നെ വൈശ്യ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കൊങ്ങിണി സമുദായത്തിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം ഏതാണ്? അത് കൊങ്ങിണി. അപ്പൊ അച്ഛൻ തന്നെയല്ലേ ഇന്നാളെന്ന് പറഞ്ഞത്, അതാണ് വൈശ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതേതാ വൈശ്യ? പരിപാടിയിൽ വൈശ്യ സമാജ് കൊച്ചി ശാഖ സെക്രട്ടറി ശ്രീ രാജേന്ദ്രകുമാർ MS സ്വാഗതം പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ വൈശ്യവാണിയൻ സമുദായ അംഗങ്ങൾ നൽകി വരുന്ന പ്രവർത്തനങ്ങൾക്ക് മേയർ അംഗങ്ങളെ പ്രശംസിച്ചു. വിദ്യാഭ്യാസം നേടി സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടികളോട് പറഞ്ഞു. 2023-24 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ ലഭിച്ച കുട്ടികൾക്ക് മേയർ അവാർഡുകൾ നൽകി ആദരിച്ചു. വൈശ്യ സമാജിനു വേണ്ടി വൈസ് പ്രസിഡന്റ് മേയറിന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ഉന്നത വിജയം കൈവരിച്ചവർക്ക് അവാർഡുകളും സ്കോളർഷിപ്പുകളും നൽകി. പലപ്പോഴും നമ്മൾക്ക് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നമ്മൾ പുറകിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അവരുടെ പ്രയത്നം കൊണ്ട് ഈ സമൂഹത്തെ തന്നെ മാറ്റി മറക്കുവാൻ കഴിയുന്നവരാണ്. ഇന്ന് ഇവിടെ നമ്മളുടെ സമുദായത്തെ കുറിച്ച് ഒരു പക്ഷേ നമ്മളെക്കാൾ നല്ല വീക്ഷണത്തോടുകൂടി നമ്മുടെ ആരാധനായ മേയർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ സമുദായം നമ്മുടെ സമൂഹത്തിന്റെ ഓരോ ഭാഗത്തും നല്ല ഇടപെടലുകൾ നടത്തി നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുന്നവരാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ഇന്ന് ഇവിടെ വിദ്യാർത്ഥിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മേയറുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ അവാർഡ് സ്വീകരിച്ചത് വളരെ കൃത്യമായ ഒരു വ്യക്തി തന്നെയാണ്. മേയർ രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിലും നമ്മുടെ നഗരസഭയുടെ മേയറാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുന്നോട്ട് നിന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ആരാധനായ മേയർ. രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയത്തിൽ ഞാൻ ഒരിക്കലും മേയറെ അംഗീകരിക്കാറില്ല, അത് മേയർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹം ഈ സമൂഹത്തിൽ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയാണ്. എനിക്ക് തോന്നുന്നു മേയർ എല്ലാം റാങ്ക് ഹോൾഡർ ആണെന്നാണ്. വിവിധ കലാകായിക മേഖലകളിൽ ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ വിജയികൾ ആയവർക്ക് അവാർഡുകൾ നൽകി അനുമോദിച്ചു. വൈശ്യ സമാജ് കേരള പ്രസിഡന്റ് MM മുരളീധർ ബിരുദവും ബിരുദാനന്തര ബിരുദവും ലഭിച്ച കുട്ടികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു. അനുമോദന പ്രസംഗത്തിൽ SJD ട്രസ്റ്റി SR ബിജു, തിരുക്കൊച്ചി സാമൂഹ്യക്ഷേമ സഹകരണ സംഘം പച്ചാളം പ്രതിനിധി MMB റാവു, വൈശ്യ മഹിളാ സമാജ് കൊച്ചി വൈസ് പ്രസിഡന്റ് ഷീജ രമേശ് എന്നിവർ സംസാരിക്കുകയും കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. പരിപാടിയിൽ വൈശ്യ സമാജ് കൊച്ചി ശാഖ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് B കൃതജ്ഞത രേഖപ്പെടുത്തി. കുമാരി ശ്രീവിദ്യ ദേശീയ ഗാനം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.